മഴതോരും മുംബൈയിൽ രോഹിത്തിനെ വേർപിരിയുന്ന വേദനയിൽ നമ്മുടെ രേവതിക്കുട്ടി. അങ്ങനെ നമ്മുടെ അലീനയാണെങ്കിൽ എറണാകുളത്ത് നിന്ന് പോകാനായിട്ട് പദ്ധതിയിടുന്നുണ്ട്. ഇതേ സമയം രോഹിത്തിനൊന്നും പോകാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ അലീനയാണെങ്കിൽ നിർബന്ധിക്കുകയാണ്. പോന്നിട്ട് കുറച്ച് ദിവസങ്ങളായി, ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. അച്ഛൻ എന്തായാലും നാളെയോ മറ്റന്നോ തിരിച്ചു വരും, അതിനു മുമ്പ് നമുക്ക് വീട്ടിലെത്തണമെന്ന് പറയുന്നു. ഇതേ സമയം ബബിത കൃഷ്ണ പറയുന്നുണ്ട്, നമ്മൾക്ക് അങ്ങനെ പോകണോ? അത്ര പെട്ടെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ സന്തോഷമൊന്നും കിട്ടില്ലല്ലോ എന്ന് പറയുന്നു. കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറയുന്നു. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ അലീന രേവതിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ, അതായത് നിൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ ഭൂരിപക്ഷം എന്താണോ അത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോഴേക്കും മാമച്ചനും ഗ്രേസിയും പറയുന്നുണ്ട്, നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ പോകുന്നു വേണ്ട കേട്ടോ, ഇവിടെ ഒരു ഹോം സ്റ്റേ ആയിട്ട് അങ്ങോട്ട് കൂടിക്കോന്നേ, നമുക്ക് അടിച്ച് പൊളിക്കാന്നേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രോഹിത്ത് പോകുന്നു എന്നറിയുമ്പോൾ രേവതിക്കുട്ടിക്ക് ചെറിയ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് രേവതിക്കുട്ടി ആലോചിച്ച് തുടങ്ങുന്നുമുണ്ട്. താൻ ആദ്യമായി രോഹിത്തിനോട് പെരുമാറിയതും രോഹിത്തിനെ ഒരുപാട് കളിയാക്കിയതും കുറ്റമാണ്, തെറ്റാണെന്ന് തിരിച്ചറിയുന്ന രേവതിക്കുട്ടിയാണെങ്കിൽ രോഹിത്തിനോട് മനസ്സ് തുറക്കാനായിട്ട്, മനസ്സിലുള്ള കാര്യങ്ങൾ പറയാനായിട്ട് പോകുന്നൊരു കാഴ്ച കാണാൻ കഴിയും. അതിനായിട്ട് കാറിൻ്റെ ചാവി തന്നെ ഒളിപ്പിച്ച് വെക്കുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം കാറിൻ്റെ ചാവി അന്വേഷിച്ച് നമ്മുടെ രോഹിത്ത് അവിടെയൊക്കെ നടക്കുന്നത് രേവതിക്കുട്ടി കാണുന്നു. അങ്ങനെ രേവതിക്കുട്ടി ഇവിടേക്ക് വരാനായിട്ട് വിളിക്കുകയും കൂടാതെ ചാവി എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുകയും ഒടുവിൽ അവർ രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിക്കുകയും ചെയ്യുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം രേവതിക്കുട്ടിയാണെങ്കിൽ തൻ്റെ മനസ്സിലുള്ളതും തൻ്റെ തെറ്റിദ്ധാരണയും ഒക്കെ തുറന്നു പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, എൻ്റെ പഴയ സ്വഭാവം വെച്ച് അതൊക്കെ കേൾക്കാൻ അർഹനാണ് ഞാൻ, അത് ശരി തന്നെയാണ്, അതിൽ ഒരു തെറ്റും രേവതിക്കുട്ടിയെ ഞാൻ പറയുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രതികരിക്കാതിരുന്നത് എന്ന് പറയുന്നൊരു കാഴ്ചയും കാണാനായിട്ട് കഴിയും, സാധിക്കും. ഇതിനിടയിൽ അവർ തമ്മിലൊരു കെമിസ്ട്രി വർക്കൗട്ട് ആകുന്നുണ്ട് എന്ന് കാണാനായിട്ടും സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ